ഹായ്, ഇതേ നമ്മുടെ അടുത്ത സെറ്റ് പയർ ഇതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. വള്ളി വീശി ഇവിടെ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീക്രട്ട് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ നട്ടിരിക്കുന്ന വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഗീതകയും അതുപോലെ ലോല എന്ന് പറഞ്ഞിട്ടുള്ള പയറുകൾ കേട്ടോ. ഈ ലോലയാണ് നന്നായിട്ട് ഇലച്ചു വരുന്നത്. ഇത് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പയർ നടുമ്പോഴൊക്കെ. അപ്പോൾ നന്നായിട്ട് ഇലച്ചു വരും ലോല. അപ്പൊ നമ്മൾ പയറിന് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ദേ ഇതാട്ടോ. നമ്മള് വെള്ളത്തില് ചാണകം നന്നായിട്ട് കലക്കി അതിലേക്ക് നമ്മുടെ ശീമക്കൊന്നയുടെ പച്ചയില ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് വെച്ചു. എന്നിട്ട് ഒരു 3-4 ദിവസം വെച്ചതിന് ശേഷം ഇപ്പൊ അതേ ഇല ഒക്കെ അതിന്റെ അടിയിലേക്ക് ചീഞ്ഞ് താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വെള്ളമാണ് നമ്മൾ നമ്മുടെ പയറിന് ഒഴിച്ചു കൊടുത്തത്. ഇങ്ങനെ നമ്മൾ ഇല ഒക്കെ ഇട്ടതിന് ശേഷം എല്ലാ ദിവസവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ, ഒരു കമ്പെന്തെങ്കിലും എടുത്തിട്ട്. അപ്പോൾ എന്നിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അത് സെറ്റ് ആവും. എന്നിട്ട് അതാണ് നമ്മൾ നമ്മുടെ പയറിനൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇന്നും ഈ വെള്ളം എടുത്തിട്ട് നനയ്ക്കാട്ടോ. നമ്മളിതിന് ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, നമ്മളിപ്പോ ഇന്നലെ ആട്ടുംകാഷ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മള് വെണ്ണീര് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ റിസൾട്ടാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെയും അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോ ചാച്ചാ.